ഒന്നാമത്തെ വാഹനം നമ്മളെടുത്ത് XEV9e. ഈ 9e നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ SUV അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഇലക്ട്രിക് SUVയിൽ എന്തൊക്കെ വേണം അതെല്ലാം നമുക്ക് ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ നോക്കിയാൽ ഒരു കംപ്ലീറ്റ് കവേർഡ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ഗ്രില്ലില്ല. ഈ ഗ്രില്ലിന് പകരം കവേർഡ് വരുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു ഇലക്ട്രിക് വാഹനമാണെന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഈ 360 ഡിഗ്രിയുടെ ക്യാമറയാണ്. അതുപോലെ തന്നെ ഈ DRL വലിയൊരു DRL വന്നിട്ട് കണക്ട് ചെയ്യുന്ന ഒരു DRLും ആണ് വന്നിരിക്കുന്നത്. ഹെഡ് ലാമ്പ് സെറ്റപ്പ് ഒരു ഡ്യുവൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റഡ് LED ഹെഡ് ലാമ്പ് സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. താഴെ ക്യൂബ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഒരു പ്രോപ്പർ LED പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് തന്നെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബമ്പർ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ഡിസൈൻ മഹീന്ദ്രയുടെ വാഹനങ്ങൾ നമ്മൾ കാണാത്ത ഡിസൈൻ തന്നെയാണ്. ADAS ലെവൽ 2ൻ്റെ നമുക്ക് റഡാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസേഴ്സ്, ക്യാമറ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു ബാഡ്ജിങ് മഹീന്ദ്ര പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ബാഡ്ജിങ് ആണ്. ഇപ്പോൾ ഈ വാഹനത്തിലാണ് അല്ലെങ്കിൽ ഇന്ന് ലോഞ്ച് ചെയ്ത 2 വാഹനങ്ങളും ഈ ഒരു ബാഡ്ജിങ് ആണ് മഹീന്ദ്ര കൊണ്ടുവരുന്നത്. ഫ്രണ്ടിൽ നിന്ന് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു സൈസ് മനസ്സിലാവുന്നത്. ലുക്സ് റിയലി ബിഗ്. ഇത് ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിലാണ്, അതായത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി മഹീന്ദ്ര ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇൻഗ്ലോ എന്നാണ് ആ പ്ലാറ്റ്ഫോം. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഡിസൈൻ്റെ കാര്യം തന്നെ നോക്കാം. ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിലാണ് 2 വാഹനവും ഇന്ന് ഇറക്കിയിരിക്കുന്നത്. അതിനകത്ത് ഈ വാഹനത്തിന് കുറച്ചും കൂടെ ലെങ്ത് തോന്നുന്നതിൻ്റെ കാര്യം ഓവർ ഹാങ്ങിങ്സ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4790 മില്ലിമീറ്ററിൻ്റെ ലെങ്ത് ആണ് ഈ വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ ടയർ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന 19-inch വീൽസ് ആണ്. നമുക്ക് 20-inch വീൽസും അവൈലബിൾ ആയിട്ട് ഉണ്ട്. എന്താണെങ്കിൽ 19-inch 245, 55, 19 ആണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. അതുപോലെ അലോയ്സ് നോക്കിക്കഴിഞ്ഞാലും ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ അലോയ് തന്നെയാണ് വന്നത്. ഈ 3 എന്ന് പറയുന്നത് ഇതിൻ്റെ വേരിയൻസ് ആണ്. 1, 2, 3 എന്നാണ് വേരിയൻസ് വരുന്നത്. 3 എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ ലൈൻ ആണ്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ടോപ്പ് ഓഫ് ദ ലൈൻ 79 kWh ബാറ്ററി പാക്ക് ഉള്ള ടോപ്പ് ഓഫ് ദ ലൈൻ ആണ് ഓടിക്കുന്നത്. പക്ഷേ 1 എന്ന് പറയുന്നതിൻ്റെ വിലയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഓൺ റോഡ് പ്രൈസ് കിട്ടും. സോ 1ൻ്റെ ഓൺ റോഡ് പ്രൈസ് സെയിം ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം വെച്ച് അതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 23 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസിനായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. എന്താണെങ്കിൽ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന 3 ആണ്. അതാണ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ORVM ഒരു ഡ്യുവൽ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. താഴെ ക്യാമറ കൊടുത്തിട്ടുണ്ട്, 360 ഡിഗ്രിയുടെ ക്യാമറ. അതുപോലെ തന്നെ ഈ ഒരു വീലാർച്ച് ഒരു സ്ക്വയർഡ് അപ്പ് ആണ് നമുക്ക് മുകളിൽ നിന്നും താഴെ റൗണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ വീലാർച്ച് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വീലാർച്ച് വന്നിരിക്കുന്നത്. അത് കംപ്ലീറ്റ് വാഹനത്തിന് ചുറ്റും നല്ല പ്രോമിനൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതൊരു ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ റിയറിലാണെങ്കിലും നമുക്കൊരു ഹിഡൻ ഡോർ ഹാൻഡിലാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ 2 ഡോറും അല്ലെങ്കിൽ 4 ഡോറും നമുക്ക് 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ കയറാനും ഇറങ്ങാനും എല്ലാം എളുപ്പമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഡോർ വരുന്നത്. അതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ലാൻഡിങ് റൂഫ് അല്ലെങ്കിൽ ഒരു കൂപ്പേ സ്റ്റൈലിംഗ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് ഇപ്പോൾ മഹീന്ദ്ര അവരുടെ പുതിയ വാഹനമായിട്ട് വരുമ്പോൾ. റിയർ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ഇഷ്ടം, ഫ്രണ്ട് നോക്കുന്നതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം റിയർ ആണ്. എന്താണെങ്കിലും അതിൻ്റെ റിയർ കംപ്ലീറ്റ് സ്റ്റൈലിംഗ് ഇസ് ഡിഫറെൻറ്റ്. ഈ ഒരു ഫുൾ ലെങ്ത്തിൽ ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമറ 360 ഡിഗ്രി ക്യാമറയുടെയും അതുപോലെ തന്നെ റിയർ ക്യാമറയെല്ലാം ഈ ഒരു ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. XEV9e എന്ന് പറയുന്നത് ബാഡ്ജിങ്, മഹീന്ദ്രയുടെ പുതിയ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബമ്പർ ഡിസൈൻ പ്രോപ്പർ ഒരു SUVക്ക് വേണ്ട രീതിയിൽ തന്നെ 207 ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ബാക്ക് നോക്കുമ്പോൾ നല്ല ഒരു പൊക്കത്തിൽ നിൽക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഫീൽ വരുന്നത്. അതുപോലെ തന്നെ സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ മുകളിൽ ഒരു സ്പോയിലർ ഷാർക്ക് ഫിനാൻറ്റിനെ എല്ലാം നൽകിയിട്ടുണ്ട്. ബൂട്ട് സ്പേസ് ആണ് മറ്റൊരു വലിയ ഫാക്ടർ. കാരണം ഒരു ഇലക്ട്രിക് വാഹനം എന്ന് പറയുമ്പോൾ ബൂട്ട് സ്പേസ് ഒരു ടെൻഷൻ തന്നെയാണ് എല്ലാവർക്കും. പക്ഷേ ഇതിനകത്ത് 665 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഇപ്പോൾ നമുക്ക് ഈ XEV9e തരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് സ്പ്ലിറ്റ് 40-60 എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. സോ മഹീന്ദ്ര ഇന്ന് ഇറക്കിയ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്ത 2ാമത്തെ വാഹനമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് BE6e. ഈ വാഹനത്തിനെ BE6e എന്ന് പേരിടാൻ ഒരു കാര്യങ്ങളുണ്ട്. ബി സെക്സി എന്നാണ് എല്ലാവരും ഇതിനെ വിളിക്കുന്നത്. ബിക്കോസ് ദിസ് ഈസ് ലുക്കിംഗ് സെക്സി. കാരണം ഇതൊരു കംപ്ലീറ്റ് ഒരു സ്പോർട്സ്, നമ്മൾ ഇങ്ങനൊരു ഡിസൈൻ, ഇങ്ങനൊരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും മഹീന്ദ്ര വളരെ ഭംഗിയായിട്ട് ഈ വാഹനത്തിനെ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ വാഹനം ആക്ച്വലി ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് ഒരിക്കൽ ഞാൻ നമ്മുടെ MGയുമായിട്ട് ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് ഞാനിത് വഴിയിൽ വെച്ച് കണ്ടതാണ്. അന്നൊരു ക്യാംഫ്ലാജ് ചെയ്ത് ഈ ഒരു സ്പോയിലർ മാത്രമാണ് ഞാൻ അന്ന് കണ്ടത്. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചില്ല ഈ വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ മഹീന്ദ്രയ്ക്ക് പറ്റുമെന്ന്. എന്താണെങ്കിലും ഫൈനലി ദിസ് ഇസ് ഹിയർ. സോ ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സ്പോയിലർ ടൈപ്പ് ഡിസൈൻ, വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു DRL സെറ്റപ്പ് ഫുൾ DRL സെറ്റപ്പാണ്. അതുപോലെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ്, ഈ ഒരു സൈഡിൽ തന്നെ ഒരു ചെറിയ ഫോഗ് ലാമ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ റഡാർ കാര്യങ്ങൾ, അതുപോലെ തന്നെ സെൻസേഴ്സ്, ക്യാമറ എല്ലാം ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. B എന്നാണ് ഈ ഒരു ഭാഗത്ത് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മഹീന്ദ്രയുടെ പുതിയ ലോഗോ ഇവിടെയല്ല, ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാം തന്നെ ഇറ്റ്സ് എ ടോട്ടലി ന്യൂ കാർ. ഇത് ഈവൻ നമ്മൾ XEV9e ആയിട്ട് നോക്കിയാൽ പോലും ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ സിമിലാരിറ്റി ഇല്ല. അത് ഫുള്ളി സെപ്പറേറ്റ് അല്ലെങ്കിൽ വേറൊരു ഡിസൈനിന് ആകെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഇൻഗ്ലോ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം മാത്രമാണ്. സെയിം പ്ലാറ്റ്ഫോമിലാണ് 2 ഇലക്ട്രിക് വാഹനവും മഹീന്ദ്ര കൊണ്ടുവരുന്നത്. ഇനി ആ ഒരു പ്ലാറ്റ്ഫോം ആക്ച്വലി
ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി മാത്രം മഹീന്ദ്ര ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബോർഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ആണെങ്കിലും ഒരു ബ്ലേഡ് ബാറ്ററി ടെക്നോളജി ഇപ്പോൾ മഹീന്ദ്ര ഉപയോഗിക്കുകയാണ് അവരുടെ പുതിയ വാഹനങ്ങളിലെല്ലാം തന്നെ. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്താണെങ്കിലും ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വിഡ്ത്ത് വരുന്നത് 1907 മില്ലിമീറ്റർ ആണെങ്കിലും സൈഡിലേക്ക് നോക്കിയാൽ അതിൻ്റെ ലെങ്ത്ത് നമുക്ക് ഏകദേശം 4371 മില്ലിമീറ്ററിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. സോ കമ്പയർഡ് ടു XEV9 ഇതിൻ്റെ ലെങ്ത്ത് കുറവാണ്. അതിൻ്റെ മെയിൻ റീസൺ ഇതിൻ്റെ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ഈവൻ വീൽ ബേസ് വരെ ഏകദേശം സെയിം ആണ്. അതിൻ്റെ ഓവർ ഹാങ്ങിങ്സ് ഇതിനകത്ത് വരുമ്പോൾ കുറച്ച് കുറവാണ്. കാരണം ഇതൊരു സ്പോർട്ടിയ കാറാണ്. കുറച്ചും കൂടി ഒരു ഡൈനാമിക്സ് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഈ കാറിലാണ്. അതുകൊണ്ട് തന്നെ ഓവർ ഹാങ്ങിങ്സ് കുറച്ചും കൂടി ഒരു സ്പോർട്ടിയ ഫീൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും ഇതൊരു കംപ്ലീറ്റ് ലെങ്ത് നോക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രോപ്പർ പ്രൊപ്പോർഷൻഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വീല് വരുന്നത് വീലിൻ്റെ ഡിസൈൻ പുതിയതാണ്. നമ്മൾ മറ്റേ വാഹനത്തിൽ കണ്ടൊരു ഡിസൈനല്ല, പുതിയ അലോയ് വീൽ ഡിസൈനാണ്. അതുപോലെ 19 ഇഞ്ച് വീൽസാണ് വരുന്നത്. 20 ഇഞ്ച് ഓപ്ഷണലായിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയിരിക്കുന്നത്. 3 എന്ന് പറയുന്ന അതിൻ്റെ വേരിയൻ്റാണ്, ടോപ്പ് ദ ലൈനാണ് വരുന്നത്. ഫ്ലഷ് ഡോർ ഹാൻഡിൽ, അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ ഈ ഭാഗത്ത് വന്നത്. അതുപോലെ തന്നെ ORVM ആണെങ്കിലും ഒരു ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഡ്യുവൽ കളർ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. ഓറഞ്ച് ബ്ലാക്ക് കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നത് കുറച്ചും കൂടെ സ്പോട്ടിയറായി. റൂഫ് ഒരു ഫുൾ ഒരു സ്ലോപ്പിംഗ് റൂഫാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ നമ്മൾ ഈ ഒരു സ്ലോപ്പിംഗ് ഡിസൈൻ നമ്മളിപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്നൊരു ഡിസൈൻ. എന്താണെങ്കിലും ഐ തിങ്ക് അതെല്ലാമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദിസ് ലുക്സ് റിയലി നൈസ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. പിന്നെ വരുന്നത് ഇതിൻ്റെ ചാർജിങ് പോർട്ടാണ്. ചാർജിങ് പോർട്ട് നമ്മൾ XEV9 വളരെ ഭംഗിയായിട്ട് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ തന്നെ അതിനകത്ത് XEV9 വെച്ചപ്പോൾ ഇതും ഈ ഒരു ക്ലാഡിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ കൊടുത്തു. വളരെ ഭംഗിയായിട്ട് ഒരു ഫസ്സുമില്ലാതെ DC AC ചാർജറും നൽകിയിട്ടുണ്ട്. ദിസ് ലുക്സ് നൈസ്. എഗൈൻ ഫുൾ മാർക്സ് ടു ദ ഡിസൈൻ ടീം. അതുപോലെ തന്നെ ബാക്കിലെ ഡോർ ആണെങ്കിലും ഒരു ഹിഡൻ ഡോർ ഹാൻഡിലാണ് വന്നിരിക്കുന്നത്. ബാക്കിലെ ഡിസൈനിലേക്കാണ് പിന്നെ നമ്മൾ വരുന്നത്. ബാക്കിലെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുൾ ലെങ്ത്തും താഴോട്ടും എല്ലാം ഇരിക്കുന്ന ഒരു ടെയിൽ ലാമ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ടെയിൽ ലാമ്പിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലാമ്പിൻ്റെ എക്സ്റ്റൻഷൻ താഴെ വരുന്നുണ്ട്. വളരെ വലുതായിട്ട് ഏതിലേ പോയാലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ടെയിൽ ലാമ്പ് വന്നിരിക്കുന്നത്. അതുപോലെ മുകളിൽ ഫ്രണ്ടിൽ നമ്മൾ കണ്ടിരിക്കുന്ന പോലെ തന്നെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് ഒരു സ്പോയിലർ നൽകിയിട്ടുണ്ട്. B60 എന്നുള്ളത് ബ്ലാക്ക് ചെയ്ത ഒരു രീതിയിൽ തന്നെ B60 നമുക്ക് ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. മഹീന്ദ്രയുടെ പുതിയ ലോഗോ ഫ്രണ്ടിലില്ല, B എന്നാണ്. എന്നാൽ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ലോഗോ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് റിയലി നൈസ് ബമ്പർ ഡിസൈൻ എടുത്തു പറയേണ്ടത് തന്നെയാണ്, ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ് മറ്റൊരു കാര്യം. 455 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് നമുക്കിപ്പോൾ ഈ വാഹനത്തിൽ കിട്ടുന്നത്. അതുപോലെ 60-40 എന്നുള്ള രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് സൈഡും കിട്ടുന്നുണ്ട്. ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് ലിഡും നമുക്കിപ്പോൾ തരുന്നുണ്ട്. ഇത് കൂടാതെ ഈ ബൂട്ട് സ്പേസ് കൂടാതെ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് 45 ലിറ്ററിൻ്റെ ഫ്രണ്ട് സ്പേസും കിട്ടുന്നുണ്ട്. നമുക്കൊന്ന് കാണാം. XEV9 നമ്മൾ കണ്ടത് ഒരു 150 ലിറ്ററിൻ്റെ ഫ്രണ്ട് സ്പേസ് ആണെങ്കിലും നമ്മൾ ഈ വാഹനത്തിൽ കാണുന്ന ഒരു 45 ലിറ്ററിൻ്റെ ഫ്രണ്ട് സ്പേസ് ആണ്. എന്നാലും അത് അതിൻ്റെ ഓവർ ഹാങ്ങിങ്സ് കുറഞ്ഞതിൻ്റെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇത്രയും ഭാഗത്ത് മാത്രമാണ്. കാരണം ഇതിൻ്റെ ഡിസൈൻ്റെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്പോയിലർ, അതുപോലെ ഈ ഒരു പാർട്ട് നമ്മൾ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. മറ്റതിൻ്റെ കംപ്ലീറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. എന്താണെങ്കിലും ഇതിനകത്ത് ഇപ്പോൾ കിട്ടുന്നത് 45 ലിറ്റേഴ്സിൻ്റെ ഒരു ഫ്രണ്ട് സ്പേസ് ആണ്. അതുപോലെ സെൻട്രലിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു സ്പോയിലറിൻ്റെ ആ ഭാഗത്തു നിന്നാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് പോലും. പുറത്തെ ഡിസൈൻ ഗംഭീരമാണ്, പക്ഷെ ഇന്റീരിയർ വെച്ച് നോക്കുമ്പോൾ ഇന്റീരിയർ വേ ബെറ്റർ. ഒരു ഫീച്ചർ ഫിൽ, ഡിസൈനിൽ സൂപ്പർബ് എന്നൊക്കെ നമുക്ക് പറയേണ്ടത്. ഫീച്ചേഴ്സും ടെക്നോളജിയും കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഈ ഇലക്ട്രിക് വാഹനം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ഓൺ ദി സ്റ്റിയറിംഗ് ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ബ്യൂട്ടിഫുൾ സ്റ്റിയറിംഗ്, ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ്, ലെതർ റാപ്പ് സ്റ്റിയറിംഗ്. ഇവിടെയും ആണെങ്കിൽ ഒരു ഭയങ്കര ഒരു ഭംഗിക്ക് വേണ്ടി പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇത് സ്റ്റിയറിംഗ് ലുക്സ് വെരി നൈസ്. അതുപോലെ തന്നെ ഗ്ലോ ചെയ്യുന്ന ഒരു ബാഡ്ജിങ് നടുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പാഡൽ ഷിഫ്റ്റിന് പകരം മുകളിലും താഴെയും ഓരോ സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് റീജനറേഷൻ്റെ +- ബട്ടൺ ആണ്. താഴെ ബൂസ്റ്റിൻ്റെ ബട്ടണും അതുപോലെ 1 പെഡൽ ഡ്രൈവിൻ്റെ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ബാക്കി കൺട്രോൾസ് എല്ലാം ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ 2 സൈഡിലുമായിട്ട് നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് ലുക്സ് പ്രോപ്പർ. സൈഡിലെ ഡോർ പാഡ് നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ്, ഞങ്ങൾ ഈ വാഹനം ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് സംസാരിച്ചത് അതായിരുന്നു. ഇതിനകത്ത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇതിൽ ലെതർ ഫീലുള്ള പാർട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് വന്നിട്ടുണ്ട്, പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഒന്നും ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷ്. മെർസിഡീസിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സിൻ്റെ കൺട്രോൾസ് മുഴുവൻ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മെർസിഡീസിൽ കണ്ടിരിക്കുന്നത്. അത് 3 സ്റ്റെപ്പ് അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് മെമ്മറി ഫങ്ഷൻസും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ലോക്ക് നമുക്ക് ഒരു കോപ്പർ ടച്ചിലാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ വിൻഡോ സ്വിച്ചസ് എല്ലാം പ്രോപ്പറായിട്ട് പുതിയ ഡിസൈനിൽ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ കൊടുത്തിരിക്കുന്നു. അതാണ് ഡോർ പാഡിൻ്റെ കാര്യം. ഹാമൻ കാർഡിൻ്റെ
മ്യൂസിക് സിസ്റ്റവും ഏകദേശം 16 സ്പീക്കേഴ്സ് ഉള്ള മ്യൂസിക് സിസ്റ്റമാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ വരുന്നത്. സ്ക്രീനാണ് മറ്റൊരു വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. വലിയത് എന്ന് ഞാൻ പറഞ്ഞത് വലിയതാണ് എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു 12.3 ഇഞ്ചിൻ്റെ ഒരു ട്രിപ്പിൾ സ്ക്രീനാണ് വരുന്നത്, സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് സ്ക്രീനാണ് വരുന്നത്, 3 സ്ക്രീൻ വരുന്നുണ്ട്. ഇത് നമ്മുടെ പാസഞ്ചേഴ്സിനെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പല ഫങ്ഷൻസും ഇവിടെ, ഫൺ, ടൈം, ഇനി അവിടെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ ഇപ്പം മൂവീസ് കാണണമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ആപ്പ് നമുക്ക് കാണണമെങ്കിലോ ഒക്കെ ഇതിനകത്ത് ചെയ്യാം. ഇതൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിനകത്ത് നമ്മൾ ബാറ്ററി ചാർജ്, വെതർ, മീഡിയ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ്, AC-യുടെ കൺട്രോൾസും എല്ലാം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഇതിനകത്തും നമുക്ക് സ്പീഡോമീറ്റർ കാര്യങ്ങളെല്ലാം. സോ ഒരു ഇൻ്റഗ്രേറ്റഡ് ബിഗ് സ്ക്രീൻ. നേരത്തെ എല്ലാം വരുന്നത് ഒരു ഡ്യുവൽ സ്ക്രീൻ ആയിരുന്നു, ഇപ്പോൾ അത് ട്രിപ്പിൾ സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ്. സോ സ്ക്രീൻ ഇസ് എ ബിഗ് ഫാക്ടർ. താഴെ AC-യുടെ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണെങ്കിലും നമുക്ക് കൺട്രോൾസ്, അതുപോലെ 360 ഡിഗ്രി ക്യാമറ, പാർക്കിംഗ് സെൻസേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വിച്ചസ് അവിടെ നൽകിയിട്ടുണ്ട്. ഡ്യുവൽ വയർലെസ് ചാർജറാണ്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു വയർലെസ് ചാർജർ വരുന്നുണ്ട്. C-Type USB-യും അതുപോലെ ഫോൺ ചാർജറും C-Type പോർട്ടും വരുന്നുണ്ട്. സോ വളരെ ഭംഗിയായിട്ട് ഒരു ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നത്. ഇത് നമ്മൾ വലിയ ലക്ഷറി വാഹനങ്ങളിലെല്ലാം കാണുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. താഴോട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഗിയർ സെലക്റ്റഡ് നോബ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസർ, ഓട്ടോ ഹോൾഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പാർക്കിംഗ് സെൻസർ ആണെങ്കിലും ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ് വന്നിരിക്കുന്നത്. കപ്പ് ഹോൾഡേഴ്സ്, ഇത് നമ്മളുടെ കൺട്രോൾസ് ആണ്. ഒരു റോട്ടറി സ്വിച്ച് നൽകിയിട്ടുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളും, എല്ലാ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെയാണ് കീ വെക്കേണ്ട സ്ഥലം. ഞാൻ എപ്പോഴും ഓരോ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഫോൺ ഹോൾഡർ, ഫോൺ വെക്കാനായിട്ടൊരു സ്ഥലം ഇനി എല്ലാ വാഹനങ്ങളും ചിന്തിക്കണം എന്ന് പറഞ്ഞ് അവർ വളരെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഡിസൈനിൽ നമുക്ക് ആ ഫോൺ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ കീ വെക്കാനുള്ള മറ്റൊരു സ്പേസ്. ഈ 2 കാര്യവും നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവിടെ കിട്ടിയിട്ടുണ്ട്. സോ എന്താണെങ്കിലും ഒരു കാര്യം എടുത്തു പറയണം, ഗംഭീര ഡിസൈനാണ്. അതുപോലെ തന്നെ ഇവിടെ സൺറൂഫ്, ഈ ഒരു സൺറൂഫിൻ്റെ പ്രത്യേകത, ഇതൊരു നമുക്ക് ഇലൂമിനേഷൻ എല്ലാം ഇവിടെ കിട്ടും. ഒരു ഫുൾ ലെങ്ത് നമുക്ക് ഇവിടെ ഒരു സൺറൂഫാണ് വരുന്നത്. ബ്യൂട്ടിഫുള്ളി ഡിസൈൻ. അതിൻ്റെ കവറാണെങ്കിലും തെറ്റില്ലാതെ കവർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വെയിലൊന്നും ചൂടൊന്നും അടിക്കാത്ത പോലെ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. സീറ്റ്സ് ആണെങ്കിലും ലെതർ സീറ്റാണ് വരുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. പിന്നെ വരുന്നത് ഇവിടെ ഒരു ഹെഡപ്പ് ഡിസ്പ്ലേ. ഹെഡപ്പ് ഡിസ്പ്ലേ സാധാരണ വരുന്നത് ചെറിയൊരു ഹെഡ് ഡിസ്പ്ലേ ആണ്, പക്ഷേ ഇതിനകത്ത് വലിയൊരു ഹെഡപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. നമുക്ക് ഏത് രീതിയിൽ നോക്കിയാലും, ആര് നോക്കിയാലും തന്നെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെഡപ്പ് ഡിസ്പ്ലേയും നമുക്കിപ്പോൾ XEV9യുടെ ഇൻറ്റീരിയറിൽ കിട്ടുന്നുണ്ട്. റിയർ സീറ്റാണ് മറ്റൊരു കംഫർട്ടബിൾ ഫീച്ചർ ഫിൽഡ് സോൺ. സാധാരണ നമ്മൾ റിയർ സീറ്റിലിരിക്കുമ്പോൾ ഒരുപാട് ഫീച്ചർ ഫിൽഡ് എന്ന് പറയാറില്ല, പക്ഷേ ഇതിനകത്തും അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം നൽകിയിട്ടാണ് ഇപ്പോൾ മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇതിനകത്ത് ഇപ്പോൾ ഒരു സൺ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. സൺ ബ്ലൈൻഡ് നമുക്ക് ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ്, അത് ഇൻബിൽഡ് തന്നെ വരുന്നുണ്ട്. ബാക്കി ഡോർ പാഡ് എല്ലാം ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ എല്ലാം പ്രോപ്പർ രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ഇവിടെ ഒരു 65 വാട്ടിൻ്റെ ഒരു C-Type പോർട്ട് 2 സീറ്റിൻ്റെയും ബാക്കിൽ നൽകിയിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ബോസ് മോഡിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് സീറ്റ് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. താഴെ ഒരു വയർലെസ് ചാർജറാണത്. അതുപോലെ ഫോൺ വെക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ AC-യുടെ വെൻറ്റ് നൽകുന്ന സീറ്റ്സ് പ്രോപ്പറാണ്. 60-40 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഈ സീറ്റ് പല രീതിയിൽ നമുക്ക് റിക്ലൈൻ ചെയ്യാനും പറ്റും. സൺറൂഫ് ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള എൻ്റെ റിയർ സീറ്റാണ്. ഈ സീറ്റ് ലെതർ സീറ്റ് തന്നെയാണ് വരുന്നത്. ഇത് 3 രീതിയിൽ നമുക്ക് റിക്ലൈൻ ചെയ്യാം. സോ വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു സ്പേസ് ആണ്. ലെഗ് സ്പേസിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹെഡ് റൂമും അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട്. സോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈൻ, അതുപോലെ ടെക്നോളജി ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം ഫിൽ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കിതിനകത്ത് ചെറിയൊരു പ്രോബ്ലം ഫീൽ ചെയ്തത് ഇതിൻ്റെ കളർ മാത്രമാണ്. ഇൻറ്റീരിയറിൻ്റെ ഈ ലെതർ സീറ്റിനെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു കളർ ഇത് തന്നെയാണ് നമ്മൾ ഥാറിലും കണ്ടത്. ആദ്യമേ വൈറ്റിലെല്ലാം വന്നു, പക്ഷേ ഈ വൈറ്റിൻ്റെ ഒരു കുഴപ്പം ആദ്യമേ തന്നെ, ഇപ്പം തന്നെ ഈ വാഹനം മൊത്തം ചെളിയായിട്ടുണ്ട്. സോ ആ ഒരു കുഴപ്പം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഐ തിങ്ക് മഹീന്ദ്ര എല്ലാ ബോക്സസും ടിക്ക് ചെയ്തിട്ടാണ് ഈ വാഹനം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ B60യുടെ ഇന്റീരിയർ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഇന്റീരിയർ നിങ്ങൾ കണ്ടാൽ ഒരു ഫൈറ്റർ പ്ലെയിനിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഫീലാണ്. അതിനുവേണ്ടി തന്നെ ഒരു ഗ്രീൻ ടച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു ഫൈറ്റർ പ്ലെയിനിലിരുന്ന് ഒരു യുദ്ധത്തിന് പോകുന്നൊരു ഫീലുണ്ട്. കാരണം ദിസ് ഈസ് റിയലി നൈസ്. ഇത് നമുക്ക് ഇനി ഒരു വാഹനത്തിൽ കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതുവരെ ഒരു വാഹനത്തിൽ വന്നിട്ടില്ല ഈ ഒരു സെറ്റപ്പും ഈ ഒരു സ്റ്റൈലിങ്ങും ഈ ഒരു കോക്പിറ്റ് ഡിസൈനും എല്ലാം വന്നിരിക്കുന്നത്. എന്താണെങ്കിലും അടിപൊളിയായിട്ട് സ്റ്റിയറിംഗ് പ്രോപ്പർ ഒരു മുകളിലും താഴെയും ഫ്ലാറ്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൺട്രോൾസും മറ്റേ റീജനറേഷൻ കൺട്രോൾസും മുകളിലും പ്ലസും മൈനസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1 പെഡലും ഇവിടെ ബൂസ്റ്റ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. സോ ദിസ് സ്റ്റിയറിംഗ് ലുക്സ് ഔട്ട് ഓഫ് ദ വേൾഡ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതുപോലെ തന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് ഡ്യുവൽ സ്ക്രീൻ വന്നിട്ടുണ്ട്. 12.3 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വന്നിട്ട്. നമ്മൾ XEV9ൽ 3 സ്ക്രീൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് 3 സ്ക്രീൻ ഞാൻ ഒരു വാഹനത്തിൽ, ഇവിടെ ഇന്ത്യൻ മേക്ക് ഒരു വാഹനത്തിൽ കാണുന്ന 3 സ്ക്രീൻ. അപ്പോൾ ഇതിനകത്ത് 2 തന്നെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ
ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹെഡ് ഡിസ്പ്ലേ നമ്മൾ മറ്റേ വാഹനത്തിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഒരു വളരെ നല്ല വിസിബിലിറ്റി ഉള്ള ഹെഡ് ഡിസ്പ്ലേ. അപ്പോൾ അതൊക്കെ പോട്ടെ, പക്ഷെ നമുക്ക് ഈ ഒരു ഭാഗം നോക്കാം. ഈ ഒരു ഭാഗം നമ്മളെ ഫുള്ള് കവർ ചെയ്ത് സെക്യൂർ ആക്കി ഇരുത്തിരിക്കുന്ന ഒരു ഫീലാണ് വരുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ നോർമലി കൈ ഇങ്ങനെ വെച്ച് ഓടിക്കാറുണ്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ, അത് നോർമലി ഇവിടെയാണ് വയ്ക്കുന്നത്. പക്ഷേ ഈ ഒരു സപ്പോർട്ടും കൂടെ വന്നപ്പോൾ, ഈ ഒരു ഭാഗം കൂടെ വന്നപ്പോൾ ദിസ് ഈസ് വെരി 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 കംഫർട്ടബിൾ. സോ ഇങ്ങനെ ഒരു പൊസിഷൻ ആക്ച്വലി ഒരു വാഹനത്തിലും കിട്ടിയിരിക്കുന്നതല്ല. എനിക്ക് തോന്നുന്നത് പറഞ്ഞ പോലെ ഫൈറ്റർ പ്ലെയിനിലൊക്കെ മാത്രമാണ് കിട്ടുന്നത്. അതുപോലെ എയർ വെൻറ്റ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള എയർ വെൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള എയർ വെൻറ്റ് എനിക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൊടുത്തിരിക്കുന്ന കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ ഗിയർ സെലക്ടറാണ് മറ്റൊരു ഭംഗിയായിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു ത്രോട്ടിലൊക്കെ കൊടുത്തിരിക്കുന്നത് പോലെ നമ്മൾ ഫൈറ്റർ പ്ലെയിനിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ ആ ഒരു സ്റ്റൈലിംഗിൽ ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു ഗിയർ ഷിഫ്റ്റർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കീ വെക്കാനായിട്ടുള്ളൊരു സ്പേസ്, അതിനു വേണ്ടി തന്നെ ഡെഡിക്കേറ്റഡ് സ്പേസ് ആണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഒരു റോട്ടറി കൺട്രോൾ നമുക്കിവിടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൺട്രോൾ നമുക്ക് കിട്ടുന്നുണ്ട്. 2 ഡ്യുവൽ വയർലെസ് ചാർജർ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കപ്പ് ഹോൾഡറും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൂൾ ഗ്ലൗ ബോക്സും അല്ലെങ്കിൽ കൂൾ ഹാൻഡ് റെസ്റ്റ് ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഗ്ലൗ ബോക്സ് സെറ്റപ്പ് ഉണ്ട്. അതും തെറ്റില്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സോ ഒരുപാട് ഗ്രീൻ ടച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതെല്ലാം ഒരു സോഫ്റ്റ് ലെതർ ഫീൽഡാണ് വന്നിരിക്കുന്നത്. ഫുൾ ലെങ്ത്തിലുള്ള സൺറൂഫ്, അതുപോലെ തന്നെ ഇതിൽ അതൊരു ഇലൂമിനേഷൻ രാത്രിയെല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിലെ സ്വിച്ചസ് എല്ലാം നമുക്ക് എയർക്രാഫ്റ്റിൻ്റെ കൺട്രോൾ പോലത്തെ സ്വിച്ചസും ഇവിടെ ഒരു ക്യാമറയും, ഞാൻ പറഞ്ഞ പോലെ മറ്റേ വാഹനത്തിലും ഈ ഒരു ക്യാമറയുണ്ട്. നമുക്ക് എന്തെങ്കിലും മീറ്റിങ്സോ അല്ലെങ്കിൽ നമുക്ക് സെൽഫി എടുക്കണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ക്യാമറയിലൂടെ ചെയ്യാം. പല ലക്ഷറി വാഹനങ്ങളുമാണ് നമ്മളിത് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സൺറൂഫ് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്ന ഈ ഒരു മെറ്റീരിയൽ ഇസ് വെരി ഗുഡ്. ഒട്ടും തന്നെ ചൂട് അകത്തേക്ക് കിട്ടാത്ത പോലെ തന്നെയാണ് അതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല. തട്ടിക്കൂട്ടിയല്ല, പ്രോപ്പറായിട്ടും ഇതും നമുക്ക് കിട്ടുന്നുണ്ട്. സോ എല്ലാ രീതിയും നോക്കിയാലും ദിസ് ഇസ് ലൈക്ക് എ പ്രോപ്പർ ക്വാളിറ്റി. ഡിസൈൻ വൈസ്, ടെക് വൈസ് എല്ലാം നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡോർ ഹാൻഡിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു പ്ലാസ്റ്റിക് അല്ല, ഒരു ക്യാൻവാസ് മെറ്റീരിയലാണ് ഡോർ ഹാൻഡിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെയാണ് അതിൻ്റെ ലോക്കും അൺലോക്ക് ബട്ടൺ വന്നിരിക്കുന്നത്. അതിൻ്റെ പുതിയ പവർ വിൻഡോ സ്വിച്ചസ് ആണ്. ഈ വാഹനത്തിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ പവർ വിൻഡോ സ്വിച്ചസ് ആണ് ഇപ്പോൾ വന്നത്. ഈ 2 വാഹനങ്ങൾക്ക്, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന പവർ വിൻഡോ സ്വിച്ചസ് ആണ്. ഹാർമൻ കാർഡിൻ്റെ നല്ല 16 സ്പീക്കേഴ്സും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. സോ എടുത്തു പറയേണ്ടത് ഇൻറ്റീരിയർ ലുക്സ് പെർഫെക്റ്റ് എന്ന് തന്നെ പറയണം. ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതും കോ ഡ്രൈവർ സീറ്റ് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. പക്ഷേ സീറ്റ് കമ്പയർഡ് ടു XEV9e ഇത് കുറച്ചും കൂടി ചെറുതാണ് സീറ്റ്. ഇൻറ്റീരിയർ സ്പേസും XEV9e ആയിട്ട് നോക്കുമ്പോൾ കുറവാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ലെങ്ത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടി വൈഡായിട്ട് വരുന്ന ഈ ഒരു ഡാഷ്ബോർഡ് സെറ്റപ്പ് എല്ലാം കൊണ്ടായിരിക്കണം കുറച്ചും കൂടി ഒരു കൺജസ്റ്റഡ് ഫീൽ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ സീറ്റ്സ് കുറച്ചും കൂടി സ്റ്റിഫറാണ്. ആ ഒരു കംഫർട്ടിനേക്കാൾ കൂടുതൽ ആ ഒരു ഡൈനമിക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്പോട്ടിയർ ഫീലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ക്യാബിൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത് കമ്പയർ ടു XEV9e എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ. നമുക്ക് ബാക്ക് സീറ്റ് നോക്കാം. BE60യുടെ റിയർ സീറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. റിയർ സീറ്റ് ഡിസൈൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത പോലെ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ റിയറിലെ വെൻ്റ് ആണെങ്കിൽ നോക്കിയാൽ നമ്മൾ ഇതുവരെ ഇങ്ങനൊരു ഡിസൈനിൽ നമ്മൾ വെൻ്റ് കണ്ടിട്ടില്ല. അതിൻ്റെ വെൻറ്റിൻ്റെ കൺട്രോൾസും വഴി ഇവിടെ സൈഡിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സീ ടൈപ്പ് നേരത്തെ തന്നെ സീ ടൈപ്പ് ഇവിടെ ആയിരുന്നെങ്കിൽ XEVയിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിരുന്നു സീ ടൈപ്പിൻ്റെ പോർട്ട്. ഇത് സൈഡിൽ 2 സീറ്റിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈൻ ആണെങ്കിലും പ്രോപ്പറായിട്ട് അതിൻ്റെ സ്വിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചസ് എല്ലാം 2 സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. സോ ഈ ഒരു ബാക്കിൽ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. നോർമലി നമുക്ക് അവിടെ ക്ലോത്ത് ആണ് വരുന്നത്. നമുക്ക് XEVയിൽ ഞാൻ പറഞ്ഞ ഒരു കംഫർട്ട് ആയിരുന്നു XEV9eയിൽ വരുന്നത്. ഇതിനകത്ത് കുറച്ചും കൂടി സ്പോട്ടിയ ഒരു യങ് ഒരു ഫീൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഗ്ലാസ് ഏരിയ കുറച്ചാണെങ്കിലും അതിൻ്റെ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ടെക്സ്ചർ എല്ലാം വളരെ പ്രോപ്പറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിലെ പോലെ തന്നെ ഇവിടെയും ക്യാൻവാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ലോക്ക് ലുക്സ് നൈസ്. സീറ്റിൻ്റെ ഒരു തൈ സപ്പോർട്ടിന് ഒരു ഇച്ചിരി കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ലെഗ് സ്പേസിനോ അല്ലെങ്കിൽ ഹെഡ് റൂമിനോ അങ്ങനെ വലിയ പ്രശ്നമില്ല. ഹെഡ് റൂം ഇസ് ലിറ്റിൽ ടൈറ്റ്. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂപ്പേ ലൈക്ക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ബാക്കിലെ ഹെഡ് റെസ്റ്റ് നമുക്ക് ഊരിയെടുക്കാൻ ഒരു ഇച്ചിരി പാടുപെടും. അതുപോലെ തലയാണെങ്കിലും ജസ്റ്റ് അങ്ങനെ മുട്ടാതിരിക്കുന്നത് മാത്രമുള്ള ഡിസൈൻ്റെ ആണ്. പക്ഷേ ഇരിപ്പ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഫ്രണ്ടിലേക്കുള്ള വിസിബിലിറ്റി കുഴപ്പമില്ല. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെയാണ്. സൺറൂഫ്, ആ ഒരു ഗ്ലോയിങ് സൺറൂഫ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ കംഫർട്ട് വൈസ് അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആണെന്നുള്ളൊരു സ്പേസ് അല്ല. ഇത് കുറച്ചും കൂടി ഒരു യങ്ങർ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്പോട്ടിയർ ഫീൽ നമുക്ക് റിയറിലേക്കും തരുന്ന രീതിയിലുള്ള ഒരു റിയർ സീറ്റാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞ്, ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കംപ്ലീറ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് 2 പേരല്ല 3 പേർക്കാണെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും
കിട്ടുന്ന ഒരു സ്പേസ് ആണ് ഇതിന്റെ ബാക്ക് സീറ്റ്. മഹീന്ദ്ര 2 ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് B60, അത് കൂടാതെ XEV90. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് XEV90 ആണ്. ആദ്യമേ ഞാൻ XEV90 എടുത്തതിൻ്റെ ഒരു കാരണം, ഈ വാഹനം ഒരു കംഫർട്ട് അല്ലെങ്കിൽ പ്രീമിയം കംഫർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു വാഹനമായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു ഫീല് തന്നെ ആ ഒരു ലക്ഷറി, ഒരു പ്രീമിയം കംഫർട്ടബിൾ കാർ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് നോക്കിയാലും ഒരു വളരെ സോഫ്റ്റ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതിൻ്റെ പ്രീമിയംനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. അതിൻ്റെ കൺട്രോൾസ് കംപ്ലീറ്റ് ഡോറിലേക്ക് വന്നത്. ഇതൊരു പ്രീമിയം വാഹനങ്ങൾ നമ്മൾ മെർസിഡീസിലൊക്കെ കണ്ടിരിക്കുന്ന പോലെയാണ് ഈ ഒരു സെറ്റപ്പ് എല്ലാം വന്നിരിക്കുന്നത്. സോ അതെല്ലാം ഒരു പ്രീമിയംനെസ് കൂട്ടാനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ 3 ഇൻ്റഗ്രേറ്റഡ് ട്രിപ്പിൾ സ്ക്രീനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഡ്രൈവിലേക്ക് വരുമ്പോൾ ആ ഒരു കംഫർട്ടിന് ഡെഫിനറ്റ്ലി ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവാണ് ഈ വാഹനം തരുന്നത്. ഈ വാഹനത്തിൽ ഇപ്പോൾ 2 ബാറ്ററി പാക്ക് വരുന്നുണ്ട്. ഒരു 59 kWh ബാറ്ററി പാക്ക്, ഒരു 79 kWh ബാറ്ററി പാക്ക്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് 79 kWh ആണെങ്കിൽ പോലും ഒരു സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആയിട്ട് വരുന്നത് 59 kWh ബാറ്ററി പാക്കുള്ള വാഹനമാണ്. ഇതിന്റെ പ്രൈസാണ് ഓൺ റോഡ് 23 lakhs കിട്ടുമെന്ന് പറയുന്നത്. എന്താണെങ്കിലും ആ വാഹനത്തിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു 500+ ഒക്കെയാണ് കമ്പനി പറയുന്നത്. പക്ഷേ ഒരു റിയൽ ലൈഫിൽ ഒരു 420 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഈ ഒരു 79 kWh ബാറ്ററി പാക്ക് ഉള്ള വാഹനത്തിന്റെ റേഞ്ച് കമ്പനി പറയുന്നത് 656 kilometers ആണ് ഒരു ഫുൾ ചാർജിൽ പറയുന്നത്. എന്നാൽ അതിനൊരു 500+ 520 ഒക്കെ കിട്ടേണ്ടതാണ്. റിയൽ ലൈഫ് റേഞ്ച് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഡ്രൈവിൽ ആ ഒരു ഫിഗർ ആണ് നമുക്ക് ഏകദേശം വരുന്നത്. ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു 70-75 kilometers ആണ്, അല്ല പെർസെൻറ്റേജിലാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. ഒരു 326 ഒക്കെ ഇപ്പോൾ റേഞ്ച് എവറി ഡേ അല്ലെങ്കിൽ നോർമൽ മോഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ നമ്മളൊരു കാൽക്കുലേഷൻ വന്നാൽ പോലും 500+ ഇതിൻ്റെ റേഞ്ച് കിട്ടേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഇതിനകത്ത് ഡ്രൈവ് മോഡ്സ് 3 ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് ആണ് വരുന്നത്. ഒന്ന് റേഞ്ച്, എവറി ഡേ, റേസ്, ഇങ്ങനെ 3 ഡ്രൈവ് മോഡ്സ് ആണ് വരുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈക്കോ മോഡാണ് നമ്മൾ നോർമൽ കേസിൽ ഈക്കോ മോഡ്, അതുപോലെ എവറി ഡേ എന്ന് പറഞ്ഞാൽ നോർമൽ, അതുപോലെ റേസ് എന്ന് പറഞ്ഞാൽ സ്പോർട്ട് മോഡ്. ഇങ്ങനെ 3 ഡിഫറെൻറ്റ് മോഡ്സിലാണ് വരുന്നത്. അതുപോലെ റീജനറേഷൻ ആണെങ്കിൽ നമുക്ക് 4 ഡിഫറെൻറ്റ് സ്റ്റെപ്സിൽ റീജനറേഷൻ വരുന്നുണ്ട്. ഓഫ്, L1, L2, L3 ഇങ്ങനെ 4 റീജനറേഷൻ മോഡും വരുന്നുണ്ട്. അങ്ങനെ പല മോഡ്സും ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡ്രൈവ് ചെയ്ത് ആ ഒരു കംഫർട്ടബിൾ ഡ്രൈവ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിനകത്ത് പറയേണ്ടത്. കംഫർട്ടിനാണെങ്കിലും സ്പോർട്ടാണെങ്കിലും കുറച്ച് ഫണ്ണൊക്കെ വേണമെങ്കിലും എല്ലാം നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഒരു നോർമൽ മോഡിലുള്ളപ്പം ഒരു ഫീലാണ് കേട്ടോ. ഇപ്പം അമേസിങ്. ഞാൻ 120 ട്രാക്കിലായതുകൊണ്ട് എനിക്ക് 120 140 200 വരെയൊക്കെ പോവാം. ട്രാക്കിലാണ്, മഹീന്ദ്ര ട്രാക്കിലാണ്. സോ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒട്ടും പവറിനോ അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസിലോ ഒന്നും ഒരു കോംപ്രമൈസ് ഇല്ലാതെ നമുക്ക് കംഫർട്ടിൽ ഓടിക്കാൻ പറ്റും. പക്ഷേ നമ്മളിനി ഓടിക്കാൻ പോകുന്നത് B60 അതിൽ ഫുൾ സ്പോർട്ട് ഫീലാണ്. കുറച്ചും കൂടെ സ്റ്റിഫർ സസ്പെൻഷൻ, കുറച്ചും കൂടെ ഒരു എന്താ പറയുക, സീറ്റൊക്കെ കുറച്ചും കൂടെ നമ്മളെ ഒരു ഹഗിങ് സീറ്റും ഒരു സ്പോർട്സ് ഫീല് എല്ലാ രീതിയിലും വരുന്നുണ്ട്. നമുക്ക് B60 കാണാം. XEV90 നിന്ന് B60 മാറിക്കഴിഞ്ഞപ്പോൾ ഒരു നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഒരു വ്യത്യാസം. ഒരു കംപ്ലീറ്റ്ലി ഒരു സ്പോർട്സ് കാറിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫൈറ്റർ ജെറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യുന്ന ഒരു ഫീലാണ് വരുന്നത്. ഇതിന്റെ കംപ്ലീറ്റ് സെറ്റപ്പ് അങ്ങനെയാണ്. ഒരു സ്പോർട്സ് കാർ സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഫൈറ്റർ പ്ലെയിനിലുള്ള കാര്യങ്ങൾ പോലെ തന്നെയാണ് ഇതിന്റെ ഡിസൈനിൽ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ പ്രസന്റേഷനിൽ ആക്ച്വലി മഹീന്ദ്രക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് തന്നെ ഇതിന്റെ സ്റ്റിയറിംഗിന്റെ ആണെങ്കിലും ഒരു ഷേപ്പ്, അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട്, അതിന്റെ ഗിയർ സെലക്ഷൻ, നോബ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫൈറ്റർ പ്ലെയിനിലുള്ളത് അതിൻ്റെ ഒരു റെപ്ലിക്ക പോലെ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. അതുപോലെ സ്വിച്ചസ് എല്ലാം ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ എന്താണെങ്കിലും നമ്മൾ ഇതുവരെ ഇന്ത്യൻ മാർക്കറ്റ് കാണാത്ത ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വന്നിരിക്കുന്നത്. ആൻഡ് അബൌട്ട് ദി ഡ്രൈവ്, ഞാൻ പറഞ്ഞ പോലെ XEV90 ഒരു കംപ്ലീറ്റ്ലി പ്രീമിയം ലക്ഷറി ഒരു വേരിയന്റ് ആണ് എങ്കിൽ പോലും അതിനും ഈ പറയുന്ന പോലെ പവറും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും കംഫർട്ടിനായിരുന്നു കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ്. സസ്പെൻഷൻ ആണെങ്കിൽ ഒരു കംഫർട്ട് ഓറിയന്റഡ് ആയിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ ഒരു സ്റ്റിഫർ സസ്പെൻഷൻ, ഇറ്റ്സ് മോർ എൻഗേജിങ്. അതിൻ്റെ ഓവർ ഹാങ്ങിങ്സ് ഒക്കെ കുറച്ച് അതിൻ്റെ ഹോൾ ഡൈനമിക്സ് തന്നെ മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു സ്പോട്ടിയർ ഫീലാണ്. 6.7 seconds തന്നെയാണ് നമുക്ക് 0 to 100 എത്താൻ എടുക്കുന്നത്. സോ ഓവറോൾ നോക്കുമ്പോൾ പെർഫോമൻസിൽ വേറെ വ്യത്യാസങ്ങളില്ല. നമ്പേഴ്സ് നോക്കിയാൽ ചെറിയൊരു വ്യത്യാസം അതിൻ്റെ പവറിനകത്തുണ്ടെന്ന് മാത്രമാണ് ഉള്ളൂ. പിന്നെ വരുന്നതിൻ്റെ റേഞ്ചിൻ്റെ കാര്യമാണ്. റേഞ്ച് ആണെങ്കിലും നമുക്ക് XEV
നയനിൽ കിട്ടുന്നതിൽ കൂടുതൽ കുറച്ചും കൂടി റേഞ്ച് ബെറ്റർ ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് കമ്പനി പറയുന്നത് 682 കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ ഫുൾ റേഞ്ച്. നമുക്ക് ഫുൾ ചാർജിലാണെങ്കിൽ റേഞ്ച് പറയുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്ന ഒരു റിയൽ ലൈഫിൽ ഒരു 500+ ഇതിനും ലഭിക്കും. 79 kWh ബാറ്ററി പാക്ക് ആണെങ്കിൽ. സോ ഇതിന്റെ പ്ലാറ്റ്ഫോം സെയിം, രണ്ടിനും പ്ലാറ്റ്ഫോം സെയിം ആണ്. ബാറ്ററി പാക്ക് വരുന്നതും രണ്ടും സെയിം ആണ്. പിന്നെ വരുന്ന വ്യത്യാസം ഇതിന്റെ പ്രൈസിംഗിൽ മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രൈസിംഗിലും അതുപോലെ ഡ്രൈവിംഗിലും രണ്ടും രണ്ട് രീതിയിലുള്ള ആളുകൾക്ക്, ഒന്ന് സ്പോർട്സ് കാർ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു എൻഗേജിങ് ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വാഹനം. അത് കൂടാതെ കുറച്ചും കൂടെ കംഫർട്ട് ഓറിയന്റഡ് ആയിട്ട് വേണ്ട ആളുകൾക്കാണ് XEV9 വരുന്നത്. ഇങ്ങനെ ഏത് സെഗ്മെന്റിലുള്ള ആളുകൾക്ക് വേണ്ടിയും വാഹനം ഒരു ഇലക്ട്രിക് കാറിന് ഉണ്ട് എന്നുള്ളതാണ് മഹീന്ദ്ര ഇപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. XEV9 പ്രൈസ്, സ്റ്റാർട്ടിംഗ് പ്രൈസ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വേരിയന്റിന്റെ പ്രൈസ് അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന അവരുടെ സ്റ്റാർട്ടിംഗ് വേരിയന്റിന്റെ പ്രൈസ് 59 kWh ഉള്ള വാഹനത്തിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 21.9 lakhs എന്നാണ് എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന BE6 എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് ഈ 1 എന്ന് പറയുന്ന വേരിയന്റ്, അതാണ് 1, 2, 3 എന്നാണ് വേരിയൻസ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. 1 എന്ന് പറയുന്ന വേരിയന്റ് ആണ് സ്റ്റാർട്ടിംഗ് വേരിയന്റ്. 59 kWh ബാറ്ററി പാക്കുള്ള അതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 18.90 lakhs എന്നാണ്. 21.90 lakhs എന്നാണ് എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അതിന്റെ ആണെങ്കിലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വില വരുന്നത് 91.90 ആണെങ്കിൽ ഏകദേശം 23+ lakhs നമുക്ക് ഓൺ റോഡ് ഈ വാഹനം ലഭിക്കും എന്നുള്ളതാണ് ഈ XEV9. BE6 ആണെങ്കിൽ ഏകദേശം 20-21 ലക്ഷം രൂപയിൽ നമുക്ക് ഓൺ റോഡ് നമുക്ക് ഈ വാഹനം ലഭിക്കുന്നുള്ളതാണ് സ്റ്റാർട്ടിംഗ് വേരിയന്റിന്റെ കാര്യം വരുന്നത്. ബാക്കിയുള്ള വേരിയൻസിന്റെ പ്രൈസ് പിന്നീട് ലോഞ്ചിന്റെ സമയമാകുമ്പോഴായിരിക്കും മഹീന്ദ്ര അനൗൺസ് ചെയ്യുള്ളൂ. പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിനെ ഇലക്ട്രിക് എന്നുള്ളൊരു കോൺസെപ്റ്റിന് വേറൊരു പിക്ചർ നൽകിയിട്ടാണ് ഇപ്പോൾ മഹീന്ദ്ര ഈ രണ്ട് വാഹനവും ഇറക്കിയിരിക്കുന്നത്. ഡിസൈൻ വൈസ്, കംഫർട്ട് വൈസ്, പവർ വൈസ്, ഈവൻ പ്രൈസ് വെച്ച് നോക്കിയാൽ പോലും ഒരുപാട് ആളുകളെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു വാഹനമായിരിക്കും ഇത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ രണ്ട് വാഹനങ്ങളുടെ കാര്യം ഉറപ്പാണ്.